السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وذروا ظاهر الإثم وباطنه إن الذين يكسبون الإثم سيجزون بما كانوا يفترون ولا تأكلوا مما لم يذكر اسم الله عليه وإنه لفسق وإن الشياطين ليوحون إلى أوليائهم ليجادلوكم وإن أطعتموهم إنكم لمشركون. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൂറത്തുൽ അൻആമിന്റെ 66-ാമത് ക്ലാസ്സിൽ ഇന്ന് 120-ാമത്തെ ആയത്ത് മുതൽക്കാണ് നമുക്ക് പഠിച്ചു തുടങ്ങുവാനുള്ളത്. 120-ാമത്തെ ആയത്ത്. വദറൂ ളാഹിറൽ ഇസ്മി വബാത്തിനഹ് إن الذين يكسبون الإثم سيجزون بما كانوا يقترفون وذروا ظاهر الإثم وباطنه إن الذين يكسبون الإثم سيجزون بما كانوا يقترفون. وذروا നിങ്ങൾ വെടിയുക, ലാഹിറൽ ഇസ്മി പാപത്തിൽ നിന്ന് പ്രത്യക്ഷമായത്, പ്രകടമായത്, വബാത്തിനഹു അതിൽ നിന്ന് പരോക്ഷമായതും, ഉള്ളിലുള്ളത് മറഞ്ഞു കിടക്കുന്നത്, രഹസ്യമായതും നിങ്ങൾ ഒഴിവാക്കുക. പാപം ഒഴിവാക്കുക എന്ന് മാത്രമല്ല, അതിൽ രണ്ട് തരത്തിലുണ്ടാകാം. ഒന്ന് പ്രത്യക്ഷമായതുണ്ടാകാം, മറ്റൊന്ന് പരോക്ഷമായതും ഉണ്ടാകാം. സ്വകാര്യമായതുണ്ടാകാം, പരസ്യമായതുണ്ടാകാം. ആളുകളെല്ലാം കാണുന്ന രൂപത്തിൽ ചെയ്യുന്നതുണ്ടാകാം, ആരും കാണാതെ ചെയ്യുന്നതുണ്ടാകാം. ഉള്ളുകൊണ്ട്, മനസ്സുകൊണ്ട് ചെയ്യുന്നതുണ്ടാകാം, മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതുണ്ടാകാം. ശരീരത്തിലെ വിവിധ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന കുറ്റങ്ങളുണ്ടാകാം. നിങ്ങൾ ഒഴിവാക്കുക, വെടിയുക. ഇന്നല്ലദീന യക്സിബൂനൽ ഇസ്മ പാപം സമ്പാദിച്ചു വെക്കുന്നവർ ആരാണോ, വദറു ലാഹിറൽ ഇസ്മി വബാത്തിനഹു പാപത്തിൽ നിന്ന് പ്രത്യക്ഷമായതും പരോക്ഷമായതും നിങ്ങൾ വെടിയുക. പുറമേക്ക് കാണുന്നതും പുറമേക്ക് കാണാത്തതും, സ്വകാര്യമായതും പരസ്യമായതും ഒക്കെ നിങ്ങൾ ഒഴിവാക്കുക. ഇന്നല്ലദീന യക്സിബൂനൽ ഇസ്മ കുറ്റം സമ്പാദിക്കുന്നവർ, സമ്പാദിച്ചു വെക്കുന്നവർ. കസബ സമ്പാദിച്ചു, സാധാരണ അറിയാതെ ചെയ്യുന്നതല്ല. ഒരുപാട് സമയം ചെലവഴിച്ച്, സമ്പത്ത് ചെലവഴിച്ച്, ആരോഗ്യം ചെലവഴിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് കസബ എന്ന് പറയുക. അധ്വാനിച്ചുണ്ടാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. കസ്ബുൽ ഹലാൽ എന്ന് കേട്ടിട്ടില്ലേ? ഹലാലായ സമ്പാദ്യം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഇവിടെ കുറ്റങ്ങൾ സമ്പാദിച്ചുണ്ടാക്കുന്നവർ. ഇന്നല്ലദീന യക്സിബൂനൽ ഇസ്മ, ഇസ്മുൻ പാപം, സയുജ്സൗന അവർക്ക് ജസാ നൽകപ്പെടുന്നതാണ്, പ്രതിഫലം നൽകപ്പെടുന്നതാണ്. പിന്നീട് ബിമാ കാനൂ യഖ്തരിഫൂൻ അവർ സമ്പാദിച്ചു കൂട്ടിയത് കാരണത്താൽ, അവർ ചെയ്തു കൂട്ടിയത് കൊണ്ട്. കാരണം ഇഖ്തറഫ എന്ന് പറഞ്ഞാൽ സമ്പാദിച്ച് ഉണ്ടാക്കുക, ചെയ്തു കൂട്ടുക, അധ്വാനിച്ചുണ്ടാക്കുക. നേരത്തെ പറഞ്ഞ കസബ എന്ന വാക്കിന്റെ അതേ അർത്ഥം തന്നെയാണ് യക്സിബൂ എന്ന് പറഞ്ഞതിന്റെ അതേ അർത്ഥം തന്നെയാണ് യഖ്തരിഫൂ എന്നുള്ള വാക്കിന്റെയും അർത്ഥം. അപ്പൊ എന്താണ്?
സ്വയം അധ്വാനിച്ചുണ്ടാക്കുക എന്നാണ്. അറിയാതെ ചെയ്തു പോകുന്നതിന്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കുകയില്ല. മറിച്ച് ഒരാള് ബോധപൂർവം കൽപ്പിച്ചുകൂട്ടി അവന്റെ സമയവും അവന്റെ സമ്പത്തും അവരുടെ ആരോഗ്യവുമൊക്കെ ചെലവഴിച്ചുകൊണ്ട് ബോധപൂർവം ചെയ്തുണ്ടാക്കുന്ന കുറ്റങ്ങളെ സംബന്ധിച്ചാണ് ഈ ആയത്ത് പരാമർശിക്കുന്നത്. ഒക്കെ നമുക്ക് ഇതിലുള്ള വാക്കുകളെ ഒന്ന് പരിചയപ്പെടാം. യഖ്തരിഫൂൻ എന്ന് പറഞ്ഞാൽ യഖ്തസിബൂൻ, രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെ. ലാഹിറൽ ഇസ്മി വബാത്തിനഹു എന്ന് പറഞ്ഞാൽ അലാനിയത്തഹു വസിറഹു, പരസ്യമായതും രഹസ്യമായതും. അല്ലെങ്കിൽ ജഹ്റൻ വസിറൻ, സിറായത് സ്വകാര്യമായതും, മനുഷ്യൻ ഉച്ചത്തിൽ ചെയ്യുന്നത്, ഉറക്കെ ചെയ്യുന്നത്, ആളുകൾ കാണെ ചെയ്യുന്നത് എന്നൊക്കെ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യക്സിബൂനൽ ഇസ്മ, പാപം സമ്പാദിക്കുന്നവർ. അതിനർത്ഥം യഅമലൂനൽ മആസി എന്നാണ്. അൽ മആസി, കുറ്റകരമായ ധിക്കാരപരമായ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നവർ. അത്തരത്തിലുള്ള കുറ്റങ്ങൾ മനുഷ്യന്റെ അവയവങ്ങൾ ചെയ്യുന്നത് കൊണ്ടുണ്ട്. അഫ്ആലുൽ ജവാരിഹ് വ അഫ്ആലുൽ ഖുലൂബ് എന്നിങ്ങനെ രണ്ടിനങ്ങളുണ്ട്. കുറ്റങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മനുഷ്യന്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്നത്, മറ്റൊന്ന് അവന്റെ ഹൃദയം കൊണ്ട് ചെയ്യുന്നത്. അഫ്ആലുൽ ഖുലൂബ് എന്താണെന്ന് സംശയം ഉണ്ടാകും. ആന്തരികമായി ചെയ്യുന്ന കുറ്റങ്ങൾ എന്താണ് എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം. അതിനുള്ള ഉത്തരം അൽ കിബർ വൽ ഹസദ് വൽ ഉജുബ് വ ഇറാദത്തി സൂഇ ലിൽ മുസ്ലിമീൻ. അഹങ്കാരം, അസൂയ, തന്നെ പൊക്കൽ, മുസ്ലിങ്ങളെ സംബന്ധിച്ച് മോശമായ വിധത്തിലുള്ള മാനസികമായ വിചാരം വെച്ചുകൊണ്ട് ജീവിക്കൽ, ഇതൊക്കെ അത്തരത്തിലുള്ള കുറ്റങ്ങളിൽ പെടുന്നതാണ്. അൽ ഇഅ്തിഖാദ് വൽ അസ്മ് വൻ നദർ വൽ ലന്ന് വത്തമന്നി വല്ലൗമു അലൽ ഖൈറാത്ത്. ഇതൊക്കെയാണ് ഹൃദയങ്ങൾക്കുണ്ടാകുന്ന സാധാരണ തരത്തിലുള്ള വികാരങ്ങൾ. അറിയാലോ, വിശ്വാസം, അവിശ്വാസം തെറ്റിപ്പോകുന്നത് കുറ്റകരമാണ്. അതേപോലെ മനസ്സിനുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് ചിന്തകളും വിചാരങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കാൻ പര്യാപ്തമായ കാര്യങ്ങളാണ്. നമ്മളത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അഫ്ആലുൽ ജവാരിഹ് എന്താണ്? അവയവങ്ങൾ കൊണ്ടുള്ള കുറ്റങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അത് മൂന്ന് തരത്തിലുണ്ട്. ഒന്ന് അഅ്മാലുൽ ലിസാൻ, മുഖ്യമായും അവന്റെ നാവ് കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. രണ്ടാമത്തത് അഅ്മാൽ അൽ ജവാരിഹ് അൽ ബദനിയ്യ, ശരീരത്തിലെ മറ്റ് തരത്തിലുള്ള അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന, കയ്യും കാലും കാതും അവന്റെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അതാണ് അഫ്ആലുൽ ജവാരിഹ്. ഇതുകൊണ്ടൊക്കെ പാപങ്ങൾ വന്നു പോകാം. മറ്റൊന്നുള്ളത് അഅ്മാലുൽ ജവാരിഹ് അൽ മാലിയ്യ, സാമ്പത്തികമായ പലതരത്തിലുള്ള കുറ്റങ്ങൾ. അത് പ്രത്യേകം തന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. സാധാരണ കൈകൊണ്ട് ചെയ്യുന്ന തെറ്റുകളേക്കാൾ കൈകൊണ്ട് അവന്റെ കൈ ഉപയോഗിച്ചുകൊണ്ട് സമ്പത്ത് അത് മുഖേന ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നത് വേറെ തന്നെയാണ്. അവന്റെ ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന കുറ്റങ്ങൾ എന്നല്ല, ആ ഗണത്തിലല്ല ഉൾപ്പെടുന്നത്. മറിച്ച് അവന്റെ സാമ്പത്തികമായ ഇടപാടുകളിലൂടെയൊക്കെ സംഭവിക്കുന്ന തെറ്റുകൾ വേറെ തന്നെ. അങ്ങനെ മൂന്ന് തരത്തിലാണ് പണ്ഡിതന്മാർ ഈ തെറ്റുകളെ, മനുഷ്യന്റെ ശരീരത്തിലുള്ള അവയവങ്ങൾ കൊണ്ടുണ്ടാകുന്ന, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, തെറ്റാണെങ്കിലും അതേപോലെ ഹൈറായ സംഗതികളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് വിശദീകരിച്ചത് എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഇനി ചുരുക്കത്തിൽ എന്താണ് പാപം എന്ന് നമ്മൾ അതിനെ വിശദീകരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നവാസ് ബിൻ സമആൻ റളിയല്ലാഹു അൻഹു പറയാണ്,
അന്ന് അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതായിട്ട് ഇബ്നു അബീ ഹാത്തിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. അദ്ദേഹം ചോദിക്കുക, റസൂലെ, എന്താണ് കുറ്റം എന്ന് പറഞ്ഞാൽ? അൽ ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനിൽ കുറെ തവണ വന്നിട്ടുണ്ടല്ലോ അൽ ഇസ്മുൻ, പാപം എന്ന് വന്നിട്ടുണ്ടല്ലോ. ഇവിടെ നമ്മൾ കാണുന്ന പരോക്ഷമായതും പ്രത്യക്ഷമായതും ആയിട്ടുള്ള എല്ലാം ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ എന്താണ് പാപം എന്ന് ചോദിക്കുമ്പോൾ അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ മറുപടി പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയോ? അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്, പുണ്യം എന്ന് പറയുന്നത് നല്ല സ്വഭാവമാണ്. വല്ലിസ്മ, പാപം എന്ന് പറയുന്നത് ബിറിന്റെ ഓപ്പോസിറ്റ്, പുണ്യത്തിന് എതിരായിട്ടുള്ള പദാണ് ഇസ്മുൻ. പാപം എന്ന് പറയുന്നത്, കുറ്റം എന്ന് പറയുന്നത് മാഹാ ഖഫീ സദ്രിക, നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. അതിന് അമാനിമോലയെ കൊടുത്തിരിക്കുന്ന അർത്ഥം കെട്ടിപ്പിണവുണ്ടാക്കുന്നത് എന്നാണ്. പരിഭാഷ വായിച്ചു നോക്കിയാൽ കാണാം, ഇതവിടെ വന്നിരിക്കുന്ന ഒരു ഉദ്ധരണിയാണ്. മനസ്സിലൊരു തരം അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ചെയ്തു പോയല്ലോ, ചെയ്യരുതായിരുന്നു, അത് മോശമായി പോയല്ലോ എന്ന് മനസ്സ് തന്നെ അവനോട് പറയും. ശരിയല്ലടോ നീ ചെയ്തത് എന്ന് പറയും. അതാണ് മനസ്സിലൊരു തരം വിമ്മിഷ്ടുണ്ടാക്കുന്ന, ഒരു തരം അസ്വാരസ്യം ഉണ്ടാക്കുന്ന, ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് കുറ്റം എന്ന് പറയുന്നത്. രണ്ടാമത് അതിന്റെ സ്വഭാവം എന്താണെന്നറിയോ? ജനങ്ങളൊക്കെ കണ്ടറിയുന്നതിൽ തനിക്ക് വല്ലാതെ അനിഷ്ടം തോന്നുകയും ചെയ്യും. ആളുകളൊക്കെ അറിഞ്ഞാല് അതുകൊണ്ടുണ്ടാകുന്ന വല്ലാത്തൊരു പ്രയാസമാണ്. അങ്ങനെ അറിഞ്ഞല്ലോ എന്നുള്ള നിലക്ക് മനസ്സിൽ വല്ലാത്തൊരു പ്രയാസം തോന്നുന്ന സംഗതിയാണ്. അതിനെയാണ് തെറ്റ് എന്ന് പറയുന്നത് എന്നാണ്. ഒരുപക്ഷെ ആളുകൾ അറിയുന്നത് കുറെ കഴിഞ്ഞിട്ടാകാം. നമ്മളിപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന പല വിഷയങ്ങൾ പോലെ. അപ്പൊ അത്തരത്തിലുള്ള തെറ്റുകൾ ജനങ്ങൾ അറിയുമുണ്ടാകുന്ന ഒരു പ്രയാസം ഉണ്ടല്ലോ. ഇതായിരുന്നോ ഈ സംസ്കാരം എന്നൊക്കെ പറഞ്ഞത് എന്നൊക്കെ നമ്മൾ പോലും വിചാരിച്ചു പോകുന്നുണ്ടല്ലോ. സാംസ്കാരിക കേരളം എന്നൊക്കെ പറഞ്ഞപ്പോ അതിന്റെ ആ സാംസ്കാരിക വശത്തെ ഏറ്റവും ഉയർന്ന രീതിയിൽ നിലനിർത്തിയിരുന്ന ഒരു ഘടകമെന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അതൊന്നുമല്ല എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ അത് ഒന്നായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് നമ്മുടെ മുമ്പിൽ വീഴുന്നതായിട്ട് നമ്മൾ കാണുന്നത് എന്ന്. അതിന്റെ മറ്റു വശങ്ങളൊക്കെ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. സമയമാവുന്നതേ ഉള്ളൂ. നമുക്കറിയാം അതിന്റെ വിവിധ വശങ്ങൾ. അപ്പൊ എന്താണ് തെറ്റ് എന്നതിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിശദീകരണമാണ് ഇത്. അത് നിന്റെ മനസ്സിൽ, നിന്റെ ഹൃദയത്തിൽ അത് വല്ലാത്തൊരു പ്രയാസം നിനക്ക് തന്നെ ഉണ്ടാക്കും. മാത്രമല്ല, അത് ചെയ്തു പോയത് മറ്റാരെങ്കിലും അറിഞ്ഞാലുണ്ടാകുന്ന ഒരു പ്രയാസം അതും നിന്നെ വല്ലാതെ അലട്ടുകയും ചെയ്യും. അതിനാണ് തെറ്റ് എന്ന് പറയുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഈ ആയത്ത് പറഞ്ഞത് രണ്ട് തരത്തിലുള്ള ഇസ്മുകൾ ഉണ്ട് എന്നാണല്ലോ. ഒന്ന് പ്രത്യക്ഷമായിട്ടുള്ള പാപമാണ്, മറ്റൊന്ന് പരോക്ഷമായിട്ടുള്ള പാപമാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. ആ നിയമങ്ങളും സംവിധാനങ്ങളും പോലീസും കോടതിയും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ മനുഷ്യനുണ്ടാക്കിയ ഈ നിയമങ്ങൾ കൊണ്ട് പ്രത്യക്ഷമായ പാപത്തിൽ നിന്ന് നമ്മെ തടഞ്ഞു നിർത്താൻ ഒരുപക്ഷെ സാധിച്ചേക്കാം. ആളുകൾ കണ്ടാൽ അല്ലെങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ ചെന്നാൽ നമ്മളെ കുറ്റക്കാരാകും എന്നതിന്റെ പേരിൽ പല പാപങ്ങളിൽ നിന്ന്, ഇസ്മുകളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നേക്കാം. അത് ഈ ലോകത്തുള്ള നിയമ സംവിധാനങ്ങൾ കൊണ്ട് സാധിക്കുന്ന സംഗതിയാണ്. എന്നാൽ മറിഞ്ഞിരിക്കുന്ന പാപം എന്ന് പറയുന്നത് ബാത്തിനഹു, ഉള്ളിലുള്ള പരോക്ഷമായ പാപം എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊണ്ട് ഏറ്റവും പ്രധാനമായി ഉദ്ദേശിക്കുന്ന കാര്യം. ആ പാപങ്ങൾ വെടിയുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ അള്ളാഹു പ്രത്യേകം എടുത്തു പറയുന്നത് എന്ന് നമ്മൾ ഓർമ്മിക്കുക. ഈ മറിഞ്ഞിരിക്കുന്ന പാപങ്ങൾ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അക്രമാസക്തമായ ഒരു പാപമാണ്. ആളുകൾ കാണും ചെയ്യുന്ന കുറ്റത്തെക്കാളൊക്കെ ആളുകൾ കാണാതെ ചെയ്യുന്ന കുറ്റമാണ് വലിയ അക്രമാസക്തമായി തീരുക. രാത്രിയിൽ
ഇരുട്ടിന്റെ മറവിൽ കളവ് നടത്തുന്ന ഒരു വ്യക്തി, ആ കളവ് ആരെങ്കിലും കണ്ടാൽ ആ സമയത്ത് കണ്ടവനെ കൊല്ലാൻ, ആക്രമിക്കാൻ വരെ അയാൾ മെനക്കെടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ പരോക്ഷമായിട്ടുള്ള പാപമാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത് എന്നുകൂടെ ഇതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. മറിച്ച് അള്ളാഹുവിന്റെ ഈ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ എല്ലാ ചലനങ്ങളും, പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ എല്ലാ ചലനങ്ങളും കൃത്യമായി നിയന്ത്രിക്കാൻ ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾക്ക് സാധിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആനിൽ നമ്മൾ പറഞ്ഞു, അൽ ഇസ്മ എന്ന സംഗതി വിവിധ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതില് എടുത്തു പറയേണ്ട ഒരു സംഗതി എന്താണ് ചോദിച്ചാല്, പാപത്തിന് വേണ്ടിയുള്ള സംസാരവും പാപങ്ങളിൽ ഉൾപ്പെടുന്നു എന്നതാണ്. പലപ്പോഴും ഒരു പാപത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അതിനു വേണ്ടിയുള്ള സംസാരങ്ങളിലൂടെയാണ്. അതുകൊണ്ട് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന സൂറത്തുൽ മുജാദലയിൽ നമുക്ക് കാണാം. യാ അയ്യുഹല്ലദീന ആമനു ഇദാ തനാജൈതും ഫലാ തതനാജു ബിൽ ഇസ്മി വൽ ഉദ്വാനി വമഅസിയത്തിർ റസൂൽ വതനാജു ബിൽ ബിർരി വത്തഖ്വാ വത്തഖുല്ലാഹല്ലദീ ഇലൈഹി തുഹ്ശറൂൻ. വിശ്വാസികളെ, നിങ്ങൾ സ്വകാര്യ സംഭാഷണം നടത്തുന്നതായാൽ, ഇദാ തനാജൈതും, നിങ്ങൾ ആളുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോണ് വിളിച്ചിട്ടും ചാറ്റ് ചെയ്തിട്ടും ഒക്കെ സ്വകാര്യമായിട്ട് പല വർത്തമാനങ്ങളും പറയാറുണ്ടല്ലോ. അങ്ങനെ പറയുന്ന വർത്തമാനങ്ങളിൽ ഫലാ തതനാജു ബിൽ ഇസ്മി, അതിൽ പാപങ്ങൾ കടന്നു വരരുത് കേട്ടോ. വൽ ഉദ്വാൻ, ശത്രുത ഉണ്ടാകരുത്. വമഅസിയത്തിർ റസൂൽ, റസൂലിനെ ധിക്കരിച്ചുകൊണ്ടുള്ള വർത്തമാനങ്ങളും നിങ്ങളുടെ ചാറ്റിങ്ങിലും നിങ്ങളുടെ സംസാരങ്ങളിലും നിങ്ങളുടെ ഫോൺ കോളുകളിലും നിങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങളിലും നിങ്ങൾ കൂടിയിരിക്കുന്നിടത്തും ഒന്നും തന്നെ ഉണ്ടാവരുത് എന്ന് പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട്. വതനാജു, നിങ്ങൾ സ്വകാര്യമായിട്ട് മെല്ലെ പറയുന്ന വർത്തമാനങ്ങൾ എന്തായിരിക്കണം എന്നറിയോ? ബിൽ ബിർരി വത്തഖ്വാ, പുണ്യത്തിനും തഖ്വക്കും വേണ്ടിയുള്ളതായിരിക്കണം സംസാരങ്ങൾ. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അല്ലദീ ഇലൈഹി തുഹ്ശറൂൻ, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ആ റബ്ബിന്റെ അടുക്കലേക്കാണ് കേട്ടോ. ആ ഓർമ്മയോട് കൂടിയിട്ട് വേണം എല്ലാ തരത്തിലുള്ള സംസാരങ്ങളും, പ്രത്യേകിച്ച് സ്വകാര്യമായിട്ടുള്ള സംസാരങ്ങൾ, രഹസ്യ സംഭാഷണങ്ങളിലാണല്ലോ പലപ്പോഴും പാപങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, കുറ്റങ്ങൾ ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് സ്വകാര്യ സംഭാഷണങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ആ സ്വകാര്യ സംഭാഷണത്തിൽ വരുന്ന കുറ്റത്തെ സംബന്ധിച്ച് ഖുർആൻ ഇവിടെ പ്രതിപാദിച്ചത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം ഇവിടെ പരാമർശിക്കുന്നത്. അതേപോലെ കുറ്റങ്ങളുടെ കൂട്ടത്തിൽ ചെറിയതുണ്ട്, വലിയതുണ്ട്. നേരത്തെ സ്വകാര്യമായതുണ്ട്, പരസ്യമായതുണ്ട്, പ്രത്യക്ഷമായതുണ്ട്, പരോക്ഷമായതുണ്ട് എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ കുറ്റങ്ങളുടെ കൂട്ടത്തിൽ കബായിർ ഉണ്ട്, വലിയ പാപങ്ങളുണ്ട്. അതേപോലെ സബ് അൽ മൂബിഖാത്ത് ഉണ്ട്, വൻപാപങ്ങളുണ്ട്. അത് നമുക്കറിയാം. ശിർക്ക്, സിഹർ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ വലിയ പാപങ്ങൾ എന്നാണ്, വൻ പാപങ്ങൾ എന്നാണ്, ഗുരുതരമായ പാപങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ ഇവിടെ അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിശ ഇല്ലൽ ലമം എന്ന് സൂറത്തുൻ നജ്മിൽ കാണാം. വിശ്വാസികൾ ആരാണെന്നറിയോ? വലിയ വൻ പാപങ്ങൾ, വലിയ കുറ്റങ്ങൾ, അതേപോലെ മ്ലേച്ഛകരമായ കാര്യങ്ങൾ അത് ഒഴിവാക്കുന്ന ആളുകളാണ് ഈ യഥാർത്ഥ വിശ്വാസികൾ എന്നതാണ്. മ്ലേച്ഛമായിട്ടുള്ള അശ്ലീലങ്ങൾ ഒഴിവാക്കുന്നവരാണ് ഇല്ലല്ലമം. പക്ഷെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഒഴികെ, അങ്ങനെ മനുഷ്യ സഹജമായിട്ടുള്ള സംഗതികൾ ഒഴികെ എന്ന് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞതിൽ നിന്ന് വലിയ പാപങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സബുൽ മൂബിക്കാത്തിന്റെ ഹദീസിൽ നമ്മൾ കണ്ടതുപോലെ ഗുരുതരമായ പാപങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് അവിടെ 7 പാപങ്ങളെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ പാപം എന്താ? ഏറ്റവും വലിയ കുറ്റം എന്താ? അത് സംശയമല്ലല്ലോ നമുക്ക്. ഏറ്റവും വലിയ കുറ്റം എന്താണ്? ഇന്ന് നമ്മളെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത് ഇതിനാണ്. ഏറ്റവും വലിയ കുറ്റം ചെയ്യുന്നതിനാണ് ഇന്ന് സമൂഹത്തിൽ വലിയ മാർക്കറ്റ്. പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളുടെ
ഭയങ്കരമായ പ്രഭാഷണങ്ങളും സംസാരങ്ങളും അതേപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ സമൂഹത്തിൽ കാണുന്നത് എന്തിന്റെ പേരിലാണ്? ഈ ശിർക്ക് ചെയ്യുന്ന വിഷയത്തിലാണ്. അത്തരത്തിലുള്ള പുരോഹിതന്മാരും പൂജാരിമാരും കപടരായിട്ടുള്ള ആളുകളുമൊക്കെ പലപ്പോഴും ശിർക്കിന്റെ അതിന്റെ വലിയ പ്രചാരകരായി മാറുന്നു. അപ്പൊ വലിയ കുറ്റം എന്ന് പറയുന്നതിന് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു അവനിൽ പങ്കു ചേർക്കുന്നതിനെ പൊറുക്കുകയില്ല. മറ്റെല്ലാ പാപങ്ങളും ഒരുപക്ഷെ മറ്റെന്തെങ്കിലും കാരണങ്ങളുടെ പേരിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച മറ്റു കുറ്റങ്ങൾ ഓരോന്നോരോന്നായി പൊറുക്കപ്പെട്ടേക്കാം. അതിന് പല കാരണങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പല നന്മകളും കാരണമാകാം, വേറെ പലരുടെയും പ്രാർത്ഥനകൾ കാരണമാകാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മറ്റെല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടാലും ശിർക്ക് അങ്ങനെ ഒരു വിധത്തിൽ പൊറുക്കപ്പെടുന്ന സംഗതിയെ അല്ല. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും വമ്പിച്ച കുറ്റമാകുന്നു. ഇസ്മൻ അലീമൻ എന്ന് വിശേഷിപ്പിച്ചത് എന്തിനാ? വമ്പിച്ച കുറ്റം എന്ന് വിശേഷിപ്പിച്ചത് ശിർക്കിനെയാണ് എന്നുകൂടെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ വേറൊരു സംശയം ഉണ്ടാകുന്നത്, ഇസ്ലാം വിരോധിച്ച കാര്യങ്ങളെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യമാണ്. അതിലൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് മനുഷ്യർക്ക്. പക്ഷെ ആ ഗുണങ്ങളെക്കാൾ കൂടുതൽ പാപമാണ് എന്നതിൻ്റെ പേരിൽ ഒരുപാട് സംഗതികൾ അള്ളാഹു വിരോധിച്ചിട്ടുണ്ട്. അതൊരടിസ്ഥാന തത്വമായി ആശയമായി നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. നമ്മൾ കാണുന്ന, കേൾക്കുന്ന, നമ്മൾ അനുഭവിക്കുന്ന, ഇപ്പൊ സാംസ്കാരികമായി ഉള്ള വലിയ വിഷയമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന പല വിഷയങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ അത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് കിട്ടുന്നത് സംസ്കാരമാണോ അതല്ലെങ്കിൽ ആഭാസങ്ങളാണോ? മോശമായ വർത്തമാനങ്ങൾക്ക് ഡിക്ഷണറിയില്ലാത്ത വാക്കുകൾ ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾ കേൾക്കുന്നത് ഇത്തരത്തിലുള്ള സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന ആ തരത്തിലുള്ള സംഗതികളിൽ നിന്നാണ്. ഇക്കാലങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ ആ രംഗത്ത് മുഴുവനും ഒരുപക്ഷെ കൂടുതലായി കാണപ്പെടുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെയുള്ള തെറ്റുകുറ്റങ്ങളാണ് എന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? അത് എങ്ങനെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ വിലയിരുത്തേണ്ടത് എന്ന് നമ്മൾ നോക്കുമ്പോൾ കൂടുതലും പാപത്തിന്റെ അംശവും കുറച്ചൊക്കെ പ്രയോജനങ്ങളും ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. ആ വിഷയങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറയിലെ 219 ആയത്ത് നമ്മൾ പഠിച്ചാൽ മതി. അതെന്താ? ഖുർആൻ പറയുന്നു, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ. മദ്യത്തെ സംബന്ധിച്ച്, ചൂതാട്ടത്തെ സംബന്ധിച്ച് പ്രവാചകരെ നിങ്ങളോട് ആളുകൾ ചോദിക്കുന്നു. ഖുൽ പറയുക, ഫീഹിമാ ഇസ്മുൻ കബീറുൻ. അത് രണ്ടിലും വലിയ തരത്തിലുള്ള ഗുരുതരമായ പാപമുണ്ട്. വമനാഫിഉ ലിന്നാസ്. എന്നാൽ ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങളുമുണ്ട്. ജനങ്ങൾക്ക് എന്താ പ്രയോജനം? കള്ളു കുടിക്കുന്ന പലരും പറയുന്നത് അത് അവർക്ക് പലതിനും ആവേശം നൽകുന്നു എന്നാണ്. ജീവിതത്തിൽ ഒരുപാട് തന്റെ ഇടത്തോടുകൂടി പല കാര്യങ്ങളും ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്നു എന്നാണ്. അതേപോലെ ചൂതാട്ടത്തിന്റെ പേരിൽ, ആ തരത്തിലുള്ള ലോട്ടറികളുടെ പേരിൽ ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് ആളുകൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ധർമ്മം ചെയ്യുന്നവരുണ്ട്. ഈ ചൂതാട്ടത്തിന്റെ സമയത്ത് മുശ്രിക്കുകളായ ആളുകൾ, അവർക്ക് അതിൽ നിന്ന് പ്രൈസ് ലഭിച്ചാൽ മറ്റുള്ള ആളുകൾക്കൊക്കെ സംഭാവന നൽകുകയും മൃഗങ്ങളെ അറുത്തുകൊണ്ട് സദഖ ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ നേർച്ച എന്നത് അള്ളാഹുവിന്റെ പേരിൽ അല്ലാതെ നടത്തുമ്പോ അതിലൂടെ കുറെ ആളുകൾക്ക് ചോറ് കിട്ടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ മാംസം ലഭിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിന്റെ പേരിൽ അല്ലാത്ത നേർച്ചകളെ ന്യായീകരിക്കാൻ പാടുണ്ടോ? ഇല്ല. അതാണ് ഖുർആൻ നേരത്തെ പന്നി മാംസത്തെ സംബന്ധിച്ച് വരുന്നുണ്ട്, അടുത്ത ആയത്തുകളിലായി വരുന്നുണ്ട്. പന്നി മാംസം കഴിക്കുന്ന ആളുകൾ അതിൽ ഒരുപാട് നന്മകൾ പറയുന്നുണ്ട്. പക്ഷേ
അവിടങ്ങളിലൊക്കെയുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചൂതാട്ടത്തിലും കള്ളിലുമുള്ള നന്മകളെക്കാൾ, ഉപകാരത്തെക്കാൾ, പ്രയോജനങ്ങളെക്കാൾ കൂടുതലായിട്ടുള്ളത് അതിലുള്ള ഇസ്മാണ്, പാപമാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞ. അങ്ങനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാല് അതിൽ കൂടുതലും നമുക്കുണ്ടാകുന്നത് ഉപകാരമാണ്, അതുകൊണ്ട് പിന്നീട് ഞാൻ സ്വീകരിക്കാം എന്ന് നമ്മൾ വിലയിരുത്താൻ പാടുണ്ടോ? ഇല്ല. ഇങ്ങനെ പറഞ്ഞാൽ ഇതിലുള്ളത് സ്വാഭാവികമായും നന്മകളെക്കാൾ കൂടുതൽ തിന്മയാണ്, ഉപകാരത്തെക്കാൾ കൂടുതൽ ദ്രോഹമാണ്, പുണ്യത്തെക്കാൾ കൂടുതൽ പാപമാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല. അത് പൂർണ്ണമായി ഹറാമായി തന്നെ നിലനിൽക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് ഇതേപോലെയുള്ള നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്ന മറ്റു പല സംഗതികളും അത് ഞാൻ ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന് എനിക്ക് തീർച്ചപ്പെടുത്താൻ ഒരു മതവിധിയായി സ്വീകരിക്കാൻ പറ്റാവുന്ന വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതലും പാപത്തിന്റെ അംശവും കുറച്ചൊക്കെ പ്രയോജനങ്ങളുമാണ് ഉള്ളതെങ്കിൽ കൂടുതൽ പാപമാണ് അതിലുള്ളത് എന്നതുകൊണ്ട് അത് കുറച്ചൊക്കെ ഉപകാരമുണ്ട് എന്ന കാരണം പറഞ്ഞുകൊണ്ട് അത് ഉപയോഗിക്കുകയല്ല ചെയ്യേണ്ടത്, അത് മാറി നിൽക്കുകയാണ് എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിച്ചത്. അപ്പൊ പാപത്തെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ സംഗതി കൂടെ ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. അടുത്ത ആയത്തിലേക്ക് പോകുന്നു, തീർക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. 121 ആയത്ത്. വലാ തഅകുലൂ മിമ്മാ ലം യുദ്കർ ഇസ്മുല്ലാഹി അലൈഹി വഇന്നഹു ലഫിസ്ഖ് വഇന്ന الشയാതീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം ലിയുജാദിലൂകും വഇന്ന തഅതുമൂഹും ഇന്നകും ലമുശ്രികൂൻ. ولا تأكلوا مما لم يذكر اسم الله عليه وإنه لفسق وإن الشياطين ليوحون إلى أوليائهم ليجادلوكم وإن تعتموهم إنكم لمشركون. അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ തിന്നരുത്. അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ തിന്നരുത്. പടച്ചവന്റെ പേരിലല്ല അറുത്തതെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിക്കരുത്, അത് ഹറാമാണ്. അപ്പൊ അത് തിന്നാൽ ഉപകാരം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, ആളുകളൊക്കെ തിന്നുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. നേരത്തെ പറഞ്ഞ ആയത്തുമായി നമ്മൾ ബന്ധപ്പെടുത്തുമ്പോൾ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. വലാ തഅകുലൂ, നിങ്ങൾ തിന്നരുത്, മിമ്മ, ഒന്നിൽ നിന്ന്, ലം, ഇല്ല, യുദ്കർ, പറയപ്പെട്ടു, ഉച്ചരിക്കപ്പെട്ടു, ഇസ്മുല്ലാഹി, അള്ളാഹുവിന്റെ പേര്, അലൈഹി, അതിൽ, അള്ളാഹുവിന്റെ പേര് ഉച്ചരിക്കപ്പെടാത്തതിൽ നിങ്ങൾ ഉച്ചരിക്കപ്പെടാത്തത് നിങ്ങൾ തിന്നരുത്. വഇന്നഹു ലഫിസ്ഖ്, അതെന്താ? അത് അധർമ്മമാണ്, അത് തോന്നിയാസാണ്, ഫിസ്ഖാണ്. അങ്ങനെ തിന്നരുത്, അത് അധർമ്മമാണ്, അത് തോന്നിയാസാണ് ചെയ്യുന്നത്. പടച്ചവന്റെ പേരിൽ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട്, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടൊക്കെ അറുത്ത് കഴിക്കേണ്ട സാധനമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്, വിശ്വാസികൾ ഉപയോഗിക്കേണ്ടത്. അതിന് പുറമെ ചത്തതും അതേപോലെ അള്ളാഹുവിന്റെ പേര് പറയാതെ കൊന്നതും അള്ളാഹുവിന്റെ പേരിലല്ലാതെ മറ്റു പേരുച്ചരിച്ചുകൊണ്ട് കൊന്നതുമൊക്കെ നിങ്ങൾ തിന്നാന്ന് പറഞ്ഞാല് അതിന്റെ പേരെന്താ അറിയോ? വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അത് അധർമ്മ, അത് തോന്നിയാസാ നിങ്ങൾ ചെയ്യരുത്. വഇന്ന ശയാതീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം, പിശാചുക്കൾ അവരുടെ ഔലിയാക്കന്മാർക്ക് ബോധനം നൽകുകയാണ്, ദുർബോധനം നൽകുകയാണ്. ലയൂഹൂന, വഹീ നൽകുകയാണ്. ഇലാ ഔലിയാഇഹിം, അവരുടെ ഔലിയാക്കന്മാർക്ക്, അവരുടെ മിത്രങ്ങൾക്ക്. പിശാചുക്കളുടെ ചില മിത്രങ്ങളുണ്ട്, പിശാചുക്കളുടെ ഔലിയാക്കന്മാരാ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഔലിയാക്കന്മാരാണ് എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ പേരിലല്ലാത്തത് അറുത്തത് കഴിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മളെ ആളുകൾ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരാരാന്നറിയോ? അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളല്ല, പിശാചിന്റെ ഔലിയാക്കളാണ്.
ഔലിയാക്കൾ എന്ന് പറഞ്ഞാല് മിത്രങ്ങൾ. പിശാചിന്റെ മിത്രങ്ങൾ, പിശാചുക്കൾ അവരുടെ മിത്രങ്ങൾക്ക് ഇവിടെ ദുർബോധനം നൽകിക്കൊണ്ടിരിക്കുക. എന്തിനെന്നറിയോ? ലി യുജാദിലൂക്കും. മുജാദല കേട്ടിട്ടില്ലേ? തർക്കിക്കുക. ലി യുജാദിലൂക്കും, നിങ്ങളോട് തർക്കിക്കാൻ വേണ്ടി അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ തർക്കിക്കുന്നത്? വരുന്നുണ്ട് ആയത്തുകളില്. പടച്ചോൻ കൊന്നതിനെ നിങ്ങൾ തിന്നുന്നില്ലേ? അഥവാ ചത്തത്. നിങ്ങൾ കൊന്നതിനെയാണോ നിങ്ങൾ തിന്നുന്നത് അഥവാ അറുത്തത് എന്നിങ്ങനെ ചോദിക്കുന്ന ജനങ്ങളുണ്ട്. അങ്ങനെ പല നിലക്കും വിശ്വാസികളുടെ അടുക്കൽ വന്ന് ദുർബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ആളുകൾ. അവരാരാന്നറിയോ? അവർ പിശാചിന്റെ ആൾക്കാരാണ് എന്നവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി. വൈനതഅ്തുമൂഹും ഇന്നക്കും ലമുശ്രികൂൻ, അവരെ നിങ്ങൾ അനുസരിച്ചാൽ ഇന്നക്കും തീർച്ചയായും നിങ്ങൾ ലമുശ്രികൂൻ, അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നവരായി പോകും. വൈനതഅ്തുമൂഹും, നിങ്ങൾ അവരെ അനുസരിക്കുന്ന പക്ഷം ഇന്നക്കും തീർച്ചയായും നിങ്ങൾ ലമുശ്രികൂൻ, അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നവരാകും. സാധാരണ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വലിയൊരു തരം ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഭാഗമാണിത്. അള്ളാഹുവിനെയും അള്ളാഹുവിനല്ലാത്തവരെ ആരെ അനുസരിച്ചാലും മുശ്രിക്കാകും എന്ന് പറഞ്ഞിട്ട് പഴയകാലത്ത് ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്തൊക്കെ ആ ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നവരോടും ജോലി ഒഴിവാക്കിയ ആളുകളൊക്കെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. പക്ഷെ ഇതിന്റെ സന്ദർഭം നമ്മൾ മനസ്സിലായല്ലോ. എന്താ അവിടെ സംഭവിച്ചത്? അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് തിന്നാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഈ മുശ്രിക്കുകൾ അവർ ഒരുപാട് ന്യായങ്ങൾ പറയുമ്പോൾ ആ ന്യായങ്ങൾ അംഗീകരിച്ചു കൊണ്ടെങ്ങാനും നിങ്ങൾ അവരുടെ പിന്നാലെ പോവുകയും അത്തരത്തിലുള്ള മാംസവും ഭക്ഷണവും ഒക്കെ കഴിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ പോകുന്നത് യഥാർത്ഥത്തിൽ ശിർക്കിലേക്കായിരിക്കും. മുശ്രിക്കുകളായ ആളുകളുടെ കൽപ്പനകൾ കേട്ടുകൊണ്ട് നിങ്ങൾ ശിർക്കിലേക്ക് പോകുന്ന പ്രവണതയാണ് നിങ്ങൾക്കുണ്ടാവുക എന്ന് ബോധ്യപ്പെടുത്താനാണ് യഥാർത്ഥത്തിൽ ആയത്ത് അവിടെ വിശദീകരിക്കുന്നത് എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ ആയത്തുനിന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ പേര് പറയാതെ നാമത്തിലല്ലാതെ അറുക്കുന്നതിനെ സംബന്ധിച്ച് എന്താണ് ഇവിടെ അള്ളാഹു പറഞ്ഞത്? ഒന്ന്, അത് തോന്നിയസാണ്. രണ്ട്, സത്യവിശ്വാസികൾക്ക് അത് ഭക്ഷിക്കാൻ പാടില്ല. മൂന്ന്, അതിനെതിരിൽ ഗൂഢപ്രചരണവും കുതർക്കവും നടത്തിവരുന്ന ശത്രു നേതാക്കളാകുന്ന പിശാചുക്കൾ പറയുന്നതൊന്നും അനുസരിക്കരുത്. നാല്, അങ്ങനെ നിങ്ങൾ അനുസരിച്ചാൽ അത് ശിർക്ക് പ്രവർത്തിക്കലായിരിക്കും ഉണ്ടാവുക. അഞ്ച്, അള്ളാഹു നിഷിദ്ധമാക്കിയതിനെ അനുവദനീയമാക്കലും അള്ളാഹു അല്ലാത്തവർക്ക് ദൈവത്വം കൽപ്പിക്കലുമാണ് ഇങ്ങനെ ഒരാൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സംഗതി. അള്ളാഹുവിന്റെ നാമത്തിലല്ലാതെ അങ്ങനെ അറുക്കുന്നത് ഭക്ഷിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ഇനി അള്ളാഹുവിന്റെ നാമം പറയപ്പെടാത്തത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? അത് മൂന്ന് തരത്തിലാകാം. ഒന്ന്, അള്ളാഹു അല്ലാത്തവരുടെ പേര് പറയുക. അള്ളാഹു അല്ലാത്തവരുടെ പേര് പറഞ്ഞിട്ട് അറുക്കുക. ബദരീങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ ഒമാനൂർ ശുഹദാക്കളുടെ പേരിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മറ്റേതെങ്കിലും പേര് പറഞ്ഞിട്ട് അറുക്കുക. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിംബങ്ങളുടെ പ്രതിഷ്ഠകളുടെയോ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് അറുക്കുക. രണ്ടാമത്തത് സ്വയം ചത്തത്. അവിടെ അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ, സ്വയം ചത്തത്. മൂന്നാമത്തത് ആരുടെ പേരും പറയാതെ അറുത്തത്. മുശ്രിക്കുകൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നു. ഒരാളെ പേരും പറയാതെ അറുത്ത് കഴിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് വരുന്ന ആയത്തുകൾ വരുന്നുണ്ട്. അങ്ങനെ മൂന്ന് തരത്തിൽ അത് നമുക്ക് കാണാം. പക്ഷെ ഇവിടെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അറുക്കുമ്പോൾ അള്ളാഹുവിന്റെ പേര് പറയണോ വേണ്ടേ? ബിസ്മില്ല എന്നത് ചൊല്ലൽ നിർബന്ധമുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ അവര് പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുൻഗാമികളും പിൻഗാമികളുമായ പല മഹാന്മാരും അറുക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലൽ നിർബന്ധമാണെന്ന്, മറന്നുകൊണ്ടായാലും കൽപ്പിച്ചു കൂട്ടിക്കൊണ്ടായാലും ബിസ്മില്ല ചൊല്ലാതെ അറുക്കപ്പെട്ടത് ഭക്ഷിച്ചുകൂടാ എന്നുള്ള അഭിപ്രായമുള്ള ഒരു വിഭാഗമുണ്ട്. രണ്ടാമത്തത് ഇമാം ഷാഫി മദ്ഹബിലുള്ള ആൾക്കാരുടെ അവരുടെ വിശ്വാസം എന്താണെന്നറിയോ? ബിസ്മില്ല, അറുക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലണമെന്നത് നിർബന്ധമില്ല, അത് വേണ്ടപ്പെട്ട ഒരു കാര്യവും നല്ലതുമാണ്. ചില ആളുകൾക്ക് അതിനൊരു തെളിവ് അവർ പറയുന്നത്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് റസൂലിനോട് ചോദിക്കുന്നുണ്ട്, ഇസ്ലാമിന്റെ തുടക്കത്തിലുള്ള ഈ കാലഘട്ടത്തിൽ പല ആൾക്കാരും ഞങ്ങളുടെ അടുക്കലേക്ക് മാംസവും കൊണ്ടുവരുന്നുണ്ട്. അതിൽ അള്ളാഹുവിന്റെ നാമം പറയപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ അവരോട് ചോദിക്കാനും പോയിട്ടില്ല. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷിക്കാമോ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ സംശയം ചോദിക്കുന്നത്. എന്താ സംശയം? ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടമായതുകൊണ്ട് പല ആളുകളും ഞങ്ങളുടെ അടുക്കലേക്ക് മാംസം കൊണ്ടുവരും, അയൽവക്കത്തുള്ള ആളുകൾ എന്നുള്ള നിലക്ക്. അങ്ങനെ ഞങ്ങള് കൊണ്ടുവരുമ്പോ ഞങ്ങൾ അവരോട് ഇത് നിങ്ങൾ ബിസ്മില്ല തന്നെ പറഞ്ഞിട്ട് കഴിക്കാണ് അർത്ഥതാണോ എന്ന് ചോദിക്കാനും നിൽക്കാറില്ല. അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ഞങ്ങൾ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൊടുക്കുന്ന മറുപടി, നിങ്ങൾ അതിൽ അള്ളാഹുവിന്റെ നാമം പറഞ്ഞ് ഭക്ഷിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അപ്പൊ ഒരാളൊരു ദാനമായി കൊടുത്ത ഒരു സംഗതി അത് സ്വീകരിച്ച് അതിൽ ബിസ്മില്ല ചൊല്ലി ഭക്ഷിച്ചു കൊള്ളാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുള്ളത്, നിർദ്ദേശമുള്ളത്. അതുകൊണ്ട് ബിസ്മില്ല ചൊല്ലിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഷാഫി മദ്ഹബ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന് ഈ ഒരു ഹദീസിന്റെ പിൻബലം വെച്ചുകൊണ്ടാണ് അവർ ന്യായം പറയുന്നത്. എന്നാൽ മൂന്നാമതൊരു അഭിപ്രായം ഉള്ളത്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മറന്നുകൊണ്ട് ബിസ്മി വിട്ടുകളഞ്ഞാൽ വിരോധമല്ല, കൽപ്പിച്ച കൂട്ടി വിട്ടുകളഞ്ഞാൽ അത് നിഷിദ്ധമാണ്. അതാണ് ഈ ആയത്ത് നമ്മളോട് പഠിപ്പിക്കുന്നത്. ഇമാം അബൂ ഹനീഫയാണ് ഇത്തരത്തിൽ, അതേപോലെയുള്ള പണ്ഡിതന്മാരാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അമാനി മൗലവി ഈ എല്ലാ കാര്യങ്ങളും എടുത്തു പറഞ്ഞിട്ട് അദ്ദേഹം ആ ചർച്ച അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇതിന്റെ മുമ്പ് പറഞ്ഞ അഭിപ്രായത്തെക്കാൾ യുക്തമായി തോന്നുന്നത് ഇതാകുന്നു. ഏതാകുന്നു? ഇമാം അബൂ ഹനീഫ പറഞ്ഞിരിക്കുന്ന ഈ അഭിപ്രായം, മറന്നുപോയി ഒരാള്, കാരണം മുസ്ലിമാണവൻ, അപ്പൊ ആ നിലക്ക് ഒരാൾ അർത്ഥതാണ്, മുസ്ലിമായ ഒരു മനുഷ്യൻ അർത്ഥപ്പോ മറന്നുപോയി എന്നതിന്റെ പേരിൽ അത് കഴിക്കാതിരിക്കേണ്ടതില്ല. കാരണം അവന്റെ മനസ്സിൽ ആ ഒരു വിചാരമുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വേറെയും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനായ മുസ്ലിമായ ഒരാള് അറുക്കുമ്പോ അയാൾ മറന്നുപോയാൽ അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ബോധപൂർവമാണ് വിട്ടുകളഞ്ഞതെങ്കിൽ ഈ പറഞ്ഞ ആയത്തിന് എതിരാണ് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അഭിപ്രായത്തെയാണ് നമ്മൾ പിന്തുണക്കേണ്ടത് എന്നാണ് അമാനി മൗലവി അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോ, നിങ്ങൾ അവരെ അനുസരിക്കുന്ന പക്ഷം നിങ്ങളും മുശ്രിക്കുകൾ തന്നെ എന്ന് പറഞ്ഞ ആ ഭാഗത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചില ആളുകൾ, ചില സ്ഥാപിത താല്പര്യക്കാർ അവർ സമർത്ഥിക്കുന്നത് അള്ളാഹു അല്ലാതെ മറ്റു വല്ലരെയും അനുസരിക്കുന്നതെല്ലാം ശിർക്കായി തീരുന്ന അർത്ഥത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന രൂപത്തിലാണ് ഇവിടെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഖുർആൻ പറഞ്ഞ ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വേദക്കാരായ ചില ആളുകൾ തങ്ങളുടെ പണ്ഡിതന്മാരെയും പുരാഹിതന്മാരെയും അള്ളാഹുവിന് പുറമെ റബ്ബുകളാക്കിയിരിക്കുന്നു എന്നാണ്. ആ നിലക്ക് റബ്ബുകളാക്കിയ ഒരു അവസ്ഥയെ സംബന്ധിച്ചാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അനുസരണമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ശിർക്കിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിക്കുന്നത്. അല്ലാതെ കേവലം നമ്മുടെ രാജ്യത്തുണ്ടാക്കപ്പെടുന്ന നിയമങ്ങൾ അനുസരിക്കുന്നത് കൊണ്ട്, ഗവൺമെന്റ് ജോലി ചെയ്യുന്നത് കൊണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒന്നും ഒരാള് മുശ്രിക്കായി മാറുന്നില്ല. അങ്ങനെയുള്ള ഒരു സംഗതിയല്ല. അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്ന ലാത്ത പോയി മനാത്ത വന്നതാണ് പല ഗവൺമെന്റുകളും മാറി വന്നപ്പോൾ സംഭവിച്ചത് എന്നൊക്കെ പറയുന്നതിലുള്ള ഈ വിഡ്ഢിത്തം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം വാദം ഉണ്ടായിക്കോണമെന്നില്ല. യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആയത്തിന്റെ കൃത്യമായ ലക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, അതാണ് എന്ന് സൂചിപ്പിക്കാനാണ്. അപ്പൊ അവരെ അനുസരിക്കുക എന്നതിനർത്ഥം അവരെ പോലെ അള്ളാഹു നിഷിദ്ധമാക്കിയതിനെ അനുവദനീയമാക്കുകയും അള്ളാഹു അനുവദനീയമാക്കിയതിനെ നിഷിദ്ധമാക്കുകയും ചെയ്യുക എന്നതാണ്. ആ ഭാഗം അമാനി മൗലവി അവിടെ പ്രത്യേകം വിശദീകരിച്ചിട്ടുണ്ട്. അറിയാനും മനസ്സിലാക്കാനും കൂടുതൽ കാര്യങ്ങളെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.